നമ്മുടെ CC പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവലുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ PDF നോട്ടുകളും നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിളും അല്ലാതെ റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഓരോ ടോപ്പിക് വൈസ് നമ്മൾ നോക്കേണ്ട ഏരിയാസ് ഏതൊക്കെ എന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. അപ്പം ഇവിടെ നമ്മളൊരു ടേബിൾ ഫോമാറ്റിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് അറിയാലോ 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ആ ഭാഗത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. സോ ആ ഒരു ഏരിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും അമെൻമെൻറ്റ്സ് ആണ്. അമെൻമെൻറ്റ്സിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് ഇപ്പം 100 തൊട്ടിട്ട് 106 വരെയുള്ള അമെൻമെൻറ്റ്സ്, അതുപോലെ തന്നെ 42ാമത്തെ അമെൻമെൻറ്റ്, 72, 73 തുടങ്ങിയ അമെൻമെൻറ്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്നുള്ള ഭാഗം റിപ്പീറ്റഡ് ഏരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 26 പോലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗം ഒരിക്കലും വിട്ടുകളയരുത്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ബോഡീസിൽ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റി, അതുപോലെ തന്നെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുടങ്ങിയ ഭാഗത്തു നിന്നാണ് ഈ ബോഡീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ട്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നിന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ 2 ബോഡീസ് എടുത്ത് നോക്കുമ്പോൾ, ഈ 2 ടൈപ്പ് ഓഫ് ബോഡീസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ, CAG, മൈനോറിറ്റീസിൻ്റെ കമ്മീഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ തുടങ്ങിയ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് വന്നിരിക്കുന്നത് എമർജൻസി പ്രൊവിഷൻസിൽ നിന്നാണ്. എമർജൻസി പ്രൊവിഷൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 352, 360 തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ എമർജൻസി പ്രൊവിഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് ട്രിബ്യൂണൽസ് ആണ്. ട്രിബ്യൂണൽസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസും അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിലൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട്, അത് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയാൻ പോലും ഇല്ല, മസ്റ്റായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ് പ്രിയാമ്പിൾ. അത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിലും പ്രിയാമ്പിൾ പഠിച്ചിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. പ്രിയാമ്പിളിൽ നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് എഴുതാത്തത്. ഓക്കെ, പ്രിയാമ്പിൾ, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഈ ഏരിയയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് സിവിക്സിൻ്റെ കുറച്ച് ഏരിയയും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. സിവിക്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഭാഗങ്ങളൊക്കെ സിവിക്സിൻ്റെ ഏരിയയിലാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. സോ നമ്മുടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റിന്റെ ഭാഗം, സുപ്രീം കോടതിയുടെ ഭാഗം, എക്സിക്യൂട്ടീവിന്റെ ഭാഗം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതിൽ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ തുടങ്ങിയ ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. പാർലമെന്റിന്റെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പം ഈ ഒരു ഏരിയാസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയാസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഏരിയാസ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പം 2024 ഒരു സെറ്റ്, അതായത് 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളമായി വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് വരാം. ഇക്കണോമിക്സിന്റെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ
GST ഭാഗത്ത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. GST ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ കാണുന്നുണ്ട്. സോ GST വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നാഷണൽ പ്ലാനിങ്, അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്. സോ ഇന്ത്യൻ പ്ലാനിങ്ങിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. അതിൽ 5 ഇയർ പ്ലാൻസ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ പല പ്ലാനിങ്ങിന്റെ ചരിത്രം ഇൻക്ലൂഡഡ് ആണ്. നീതി ആയോഗ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ പോലുള്ള ബോഡീസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ടും പ്ലാനിങ് എന്ന ഭാഗം വൃത്തിയിൽ പഠിച്ചു വെച്ചാൽ ഷുവർ ഷോട്ടാണ്, അവിടെ 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. സോ പ്ലാനിങ് സെറ്റാക്കി തന്നെ പഠിച്ചു വെക്കുക. 5 ഇയർ പ്ലാൻ മാത്രം പഠിച്ചു പോകാനല്ല പറയുന്നത്. പ്ലാനിങ്ങിന്റെ ചരിത്രം, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാനിങ് കമ്മീഷൻ, നീതി ആയോഗ് തുടങ്ങിയ ബോഡികളെയൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. ഇനി ഈ ഒരു ഭാഗത്ത് അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ സിലബസിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫ്ലേഷനെ പഠിക്കുക. ഇൻഫ്ലേഷൻ പഠിക്കുന്നതിന് കൂടെ നിങ്ങൾ മോണിറ്ററി പോളിസി കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും, RBIയുടെ മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി ഇൻസ്ട്രുമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്ച്വൽ ലെവലിൽ, ഡെപ്ത് ലെവലിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി എന്നുള്ളത്. റിപ്പീറ്റഡ് ഏരിയ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും മോണിറ്ററി പോളിസിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് മിസ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു പ്ലാനിങ്ങിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു 5 ഇയർ പ്ലാൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു. 5 ഇയർ പ്ലാൻസിൽ തന്നെ ഈ 9th 5 ഇയർ പ്ലാനും 12th 5 ഇയർ പ്ലാനിന്റെ ഒക്കെ തീംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ധാരാളം കണ്ടുവരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള വിവിധ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കണം. 1, 2, 3 അതുപോലെ തന്നെ 9, 12, 5 തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പദ്ധതികളുടെ ഭാഗം കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുടെ 4 ലക്ഷ്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ടും പഠിക്കണം. ആ ഭാഗത്തു നിന്നും ധാരാളം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റുകളാണ്. അതായത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് GNI, GDI തുടങ്ങിയ കാര്യങ്ങൾ. ആ രീതിയിലുള്ള കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫിസിക്കൽ കോൺസെപ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നാഷണൽ ഇൻകം എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിൽ വരുന്നത്. സോ ആ ഓരോ ടേംസും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പം ഇക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇക്കണോമിക്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇക്കണോമിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സിലബസിലെ വെയിറ്റേജ് അനുസരിച്ച് നോക്കുമ്പോൾ ചെറിയ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പഠിച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് IT എന്ന് പറയുന്നത്. IT-യുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം, അതായത് ഇപ്പം ലേറ്റസ്റ്റ് നടന്ന ഒരു കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നിന്ന് റിപ്പീറ്റഡ് ചോദ്യമാണ് ഈ നമ്മുടെ എന്താ പറയുക, ഈ ഗേറ്റ് വേ സ്വിച്ചിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. കൃത്യമായിട്ട് തന്നെ പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ ഹാർഡ്വെയറിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ IT പഠിക്കുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുതാത്ത ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതുപോലെ തന്നെ ഹാർഡ്വെയറും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഹാർഡ്വെയറിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. സോ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെബ് ജാക്കിംഗ്, സ്പൂഫിംഗ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ പോലുള്ള ഭാഗത്തു നിന്നൊക്കെ, ഡിജിറ്റൽ ഫോറൻസിക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ IT ലോയാണ്. IT ലോയിൽ IT ആക്ട് 2000മായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് AI-യുടെ ഭാഗത്തുനിന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നുണ്ട്. ChatGPT-യുടെ ഭാഗത്തുനിന്നൊക്കെ ഒരു ചോദ്യം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. സോ AI-യുടെ ഭാഗത്തുനിന്ന് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത്, അത് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കണ്ടുവരുന്നുണ്ട്. അതൊരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്.
IT ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഏരിയാസ് തന്നെ ഫോക്കസ് ചെയ്യുക. അവിടെ തന്നെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ഭാഗമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ മിസ്സാക്കരുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ടൈപ്പുകൾ. വിവിധ സോഫ്റ്റ്വെയർ ടൈപ്പുകളുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ വിവിധ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടി ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്തിലോട്ട് വരാം. ഹിസ്റ്ററിയുടെ ഭാഗത്തിലോട്ടേക്ക് വരുമ്പം സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ റീഫോം മൂവ്മെന്റ്സിന്റെ കാര്യം പറയുമ്പം നമുക്ക് ഒരുപാട് റീഫോമേഴ്സിനെ പഠിക്കാനുണ്ട്. ഈ എല്ലാ റീഫോമേഴ്സിനെയും പഠിച്ചിട്ട് നമുക്ക് ഈ സിലബസ് ഒക്കെ കവർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നടക്കുന്ന കാര്യമല്ല. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന റീഫോമേഴ്സിനെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അവിടെ തന്നെ എല്ലാം A to Z വാരി വലിച്ച് പഠിക്കാതെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു റീഫോം മൂവ്മെന്റ്സിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സോഷ്യൽ റീഫോമേഴ്സ് ആണെങ്കിലും റീഫോം മൂവ്മെന്റ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹ, കല്ലുമാല സമരം, അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ തുടങ്ങിയ ഭാഗങ്ങളാണ്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള റീഫോമേഴ്സിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ റീഫോം മൂവ്മെന്റ്സിന് നിങ്ങളൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാലും നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് കേരള ഹിസ്റ്ററിയിൽ നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത മറ്റൊരു ഏരിയയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ തന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടത് പോർച്ചുഗീസുകാരെയാണ്. പോർച്ചുഗീസുകാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും. നമുക്ക് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഇവരൊക്കെ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയാണ്. ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻസ് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുമ്പോൾ ഈ രണ്ട് വിദേശ ശക്തികളെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ആ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കൊളച്ചിൽ വാറുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു യൂറോപ്യൻസിന്റെ ടൈമിലുള്ള പ്രധാനപ്പെട്ട സന്ധികൾ അല്ലെങ്കിൽ ട്രീറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. സോ ആ ഒരു ഏരിയയൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. റിപ്പീറ്റഡ് ഏരിയ തന്നെയാണ്. ഓക്കെ, അടുത്തത് കേരള ഹിസ്റ്ററിയിൽ നമ്മൾ ഈ രണ്ട് സെക്ഷനാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ട്രാവൻകൂർ ഹിസ്റ്ററി ഉണ്ട്. ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മേനെയും അതുപോലെ തന്നെ സ്ത്രീ ഭരണാധികാരികളെയും, ട്രാവൻകൂർ ഹിസ്റ്ററിയിലെ സ്ത്രീ ഭരണാധികാരിയും സ്വാതി തിരുനാളിനെയൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മേനെയാണ്. സോ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ വുമൺ റൂളേഴ്സും ട്രാവൻകൂറിനെയും കൃത്യമായിട്ട് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പാർവതിഭായുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരവധി ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഏരിയ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. ഫുൾ റൂളേഴ്സിന് ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ഏത് റൂളേഴ്സ്, അതായത് നമുക്കിപ്പോൾ ഇത്ര റൂളേഴ്സ് ഉണ്ടെങ്കിൽ ആ റൂളേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റുള്ളവരെ അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ ആ ഒരു ഹിസ്റ്ററിയുടെ സെക്ഷൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരളയുടെ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ മൂവ്മെന്റ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ഈ റീഫോം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഗവേണൻസിന്റെ കാര്യത്തിലോട്ടേക്ക് വരുമ്പം നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സ്കീമുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇ ഗവേണൻസ് ഒക്കെ ഉണ്ടല്ലോ, കേരളത്തിലെ ഇ ഗവേണൻസ് സിസ്റ്റത്തിൽ വരുന്നത് ഫ്രണ്ട്സ് പോലുള്ള സ്കീമുകളൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നതും ഈ ഒരു കേരള ഗവേണൻസ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് വരാറുണ്ട്. സോ ഈ ഗവേണൻസിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്, കേരളവുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനിൽ പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് സിവിക്സിന്റെ സെക്ഷനിലാണ് വരുന്നത്. വെൽഫെയർ സ്കീമുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീമുകൾ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പം അഭയകിരണം, വയോമിത്രം, പരിരക്ഷ പോലുള്ള പദ്ധതികളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകൾ പഠിക്കുന്നതും അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതും എത്രയും നല്ലതായിരിക്കും. സോ അതും കൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജിയോഗ്രഫിയിലേക്ക് വരാം. ജിയോഗ്രഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാസ്റ്റായിട്ട് കിടക്കുകയാണ്. 5 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. അവിടെ ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫി, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. സോ അതിനനുസരിച്ച് വേണം പഠിക്കാൻ. കാരണം ടൈം കൺസ്യൂമിംഗ് ആണ്,
എന്നാൽ 5 മാർക്ക് വെയിറ്റേജ് ഉള്ളൂ. അപ്പം ആ ഒരു ബോധം മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് വേണം ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം വേൾഡ് ജിയോഗ്രഫിയുടെ കാര്യത്തിലോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, അയണോസ്ഫിയറിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻവേർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് റോക്സുകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്നുള്ള ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ആ ഒരു ഏരിയ, ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സെക്ഷനിൽ തന്നെ എൻവയോൺമെന്റൽ ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുക്കുക. ഇനി ഇന്ത്യൻ ജോഗ്രഫീൻ്റെ കേസിലേക്ക് വരുമ്പം ഇന്ത്യൻ ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ കാണുന്നത്. നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ നമ്മുടെ ഫിസിക്കൽ ഡിവിഷൻസിനെ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. നമ്മുടെ ഉത്തര മഹാസമതലം പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം പോലുള്ള ഭാഗങ്ങളെ ഒന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ ആ ഒരു ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത്, നേരത്തെ നമ്മൾ വേൾഡ് ജോഗ്രഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മിസ്സാക്കിയ ഒരു കാര്യമുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. പ്ലേറ്റ് ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ആ ഒരു സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, മാപ്പിന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്നു. ഇപ്പം മാപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കുറവാണ്. എങ്കിൽ പോലും ടോപ്പോഗ്രഫിക്കൽ മാപ്പിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷനും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദ്യം വരുന്നത്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേരള ജോഗ്രഫിയുടെ സെക്ഷനിൽ നിന്ന് വരാറുള്ളത്. പ്രധാനമായിട്ടും നദികളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്, നാഷണൽ പാർക്കുകളുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്, പ്രത്യേകിച്ച് സൈലന്റ് വാലി പോലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളുടെ ഭാഗത്തുനിന്ന്, പിന്നെ പ്രധാനപ്പെട്ട നദികളുടെ ഭാഗത്തു നിന്നുമാണ് ഈ ഒരു സെക്ഷനിൽ ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ കാണുന്നുണ്ട്. സോ കേരള ജോഗ്രഫിനെ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതിയാകും. ഈ ജോഗ്രഫിയുടെ 3 സെക്ഷൻസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് വേൾഡ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ട്, ഗ്ലോബൽ ക്ലൈമറ്റിക് ഫിനോമിനൻസ് ഉണ്ട്. ഇപ്പം എൽ നിനോ, ലാനിന, ITCZ പോലുള്ള, ഞാൻ പ്രഷർ ബെൽറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു, ആ ഒരു സെക്ഷനും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്ത്യൻ മൺസൂൺ എന്ന ഭാഗവും കൃത്യമായിട്ട്, ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷനിൽ മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് പറയാനുള്ളത് കറണ്ട് അഫേഴ്സ്, GK കറണ്ട് അഫേഴ്സും പിന്നെ ജനറൽ ടോപ്പിക്സുകളും പിന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ കുറച്ച് സെക്ഷൻസും പറയാനുണ്ട്. ഇപ്പം കറണ്ട് അഫേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഭാഗം കിടപ്പുണ്ട്. അവിടെ നിങ്ങൾ എന്തുകൊണ്ടും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയാസിനെ അപ്രോച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും അവാർഡ്സ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അവാർഡ്സും ഓണേഴ്സും നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ സ്പോർട്സ്, ഇപ്പോൾ വിംബിൾഡൺ, ഒളിമ്പിക്സ്, വേൾഡ് കപ്പ് പോലുള്ള പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവാർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്പോർട്സുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ജ്ഞാനപീഠ ജേതാക്കന്മാരെയും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ജ്ഞാനപീഠ ജേതാക്കന്മാർ, കേരളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ ജേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ടും CA അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അതിന് പുറമെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സെക്ഷനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ നേരത്തെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കേരള ഹിസ്റ്ററിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഹിസ്റ്ററിയുടെ ഒരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വളരെ വാസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും ഹിസ്റ്ററി തീരത്തില്ല. സോ അത് മൊത്തം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അത് മൊത്തം ഇരുന്ന് പഠിച്ചിട്ട് എക്സാമിന് പോകുന്നതും അത്ര ബാക്കിയുള്ളതിനേക്ക് ഇഗ്നോർ ചെയ്ത് ഹിസ്റ്ററി മാത്രം ഇരുന്ന് പഠിക്കുന്നതും അത്ര നല്ല കാര്യമൊന്നുമല്ല.
സോ മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ചാണ് പഠിക്കേണ്ടത്. ഈ ഹിസ്റ്ററീസിൽ നമുക്ക് ഈ 3 ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തിന് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് മറ്റ് ഹിസ്റ്ററിനെക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയയാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ റവല്യൂഷന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഷുവർ ഷോർട്ടാണ്. സോ റവല്യൂഷൻസ് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. സോ റവല്യൂഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഗ്ലോറിയസ് റവല്യൂഷൻ, എല്ലാ റവല്യൂഷനിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ റവല്യൂഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സെക്ഷനിൽ നമ്മുടെ UN-മായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ വേൾഡ് ഹിസ്റ്ററിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ അവിടെ എന്തായാലും നിങ്ങൾക്ക് 2 to 3 മാർക്സ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു ഏരിയയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. 1857 റിവോൾട്ട് തൊട്ടിട്ട് ഇങ്ങ് വരെ നമ്മുടെ മെഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററി തൊട്ടിട്ട് നമ്മുടെ ഇപ്പോൾ വരെയുള്ള കാലഘട്ടം ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. സോ ആ ഒരു ഏരിയയിൽ ഇപ്പം അക്ബറിന്റെ ഭാഗത്ത് നിന്ന് മുഗൾ ഹിസ്റ്ററിയിൽ അക്ബറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ അക്ബറിന്റെ ഭാഗത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ റിവോൾട്ട് ഓഫ് 1857, അതുപോലെ തന്നെ ഗാന്ധിയൻ ഇറ എന്ന് പറയുമ്പോൾ 1916 തൊട്ടിട്ട് 1947 വരെയുള്ള ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്തിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇന്ത്യൻ ഹിസ്റ്ററി A to Z ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ളി ഇരുന്ന് പഠിച്ച് എക്സാമിന് പോകുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റു ഭാഗങ്ങളെ സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റു ഭാഗങ്ങൾ വായിച്ചു പോവുക, അതാണ് പറയുന്നത്. സോ അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഏരിയാസിനെയൊക്കെ കവർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫിലിംസ് അതുപോലെ തന്നെ ലിറ്റററി വർക്ക്സിന്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ഓടക്കുഴൽ അവാർഡ്സ്, അതുപോലെ തന്നെ ഞാൻ പിന്നെ ഫിലിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ GK 50 മാർക്കാണ് വെയിറ്റേജ്. ഈ 50 മാർക്കിന് ഈ രീതിയിൽ വേണം നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിന്റെ ഭാഗം കൂടി പറയാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ISROയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സുകളും DRDOയുടെ ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു സെക്ഷന് നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. സോ ആ ഒരു സെക്ഷനും കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് 50 മാർക്ക് ഇത്രയും വെയിറ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 50 മാർക്ക് നമുക്ക് വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് പഠിച്ച് വൃത്തിയിൽ തന്നെ പഠിച്ചു പോകണം. ഇതിലിപ്പോൾ മലയാളത്തിൻ്റെത് പറയാനാണെങ്കിൽ പദശുദ്ധി, പിരിച്ചെഴുത്ത്, പര്യായ പദം, വിപരീത പദം, സമാന പദം, ഒറ്റപ്പദം തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാമർ പോർഷനിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്, വൊക്കാബുലറിയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്ര ഏരിയ കവർ ചെയ്യണമെന്ന് പറയാനില്ല. എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാ ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. നിങ്ങളവിടെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. കൃത്യ ടൈമിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ്, മാത്സിൽ 20 ക്വസ്റ്റ്യൻസ് ഇത്ര ടൈമിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളൊരു അലാറം ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചാൽ മതി. ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു 50 മാർക്ക് അവിടെ സേഫ് ആയിട്ട് നിങ്ങളുടെ കിട്ടിക്കൊള്ളും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഡിഗ്രി പ്രിലിംസിനെ ഒന്ന് ഡിഗ്രി പ്രിലിംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയെന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. സോ ഈ ഒരു ഏരിയാസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, പ്രിലിംസ് പാസ്സാവണം, നമുക്ക് മെയിൻസിന് നല്ല റാങ്കും വാങ്ങണം. സോ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി ഈ ടോപ്പിക്ക് മാത്രം പഠിച്ചു പോകുന്നതും അത്ര നല്ലതല്ല. സോ ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും പ്രിലിംസിൽ നല്ലൊരു ഹയർ ഇതിലോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കട്ട് ഓഫ് കിടക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ മെയിൻസിനുള്ള പ്രിപ്പറേഷനും കൂടി നമ്മളവിടെ ഉറപ്പിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഈ ശരിക്കും ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഡിഗ്രി ലെവൽ നമ്മുടെ മുന്നിൽ ഒരുപാട് പരീക്ഷകളാണ് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു എക്സാമൊക്കെ പ്രിലിംസൊക്കെ പാസ്സായി നമുക്ക് ഇഷ്ടമുള്ള മെയിൻസൊക്കെ എഴുതി നല്ലൊരു ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മളതിന് ഇപ്പോഴേ എഫേർട്സ് എടുത്ത് ഇപ്പോഴേ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് സ്റ്റെപ്പുകൾ വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലോട്ടേക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങളെ ഇതുപോലെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളെ എക്സാം ഹോളിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവലുകാർക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്
കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ PDF നോട്ടുകളും നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിളും അല്ലാതെ റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്